നോബിൾ, ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തുകയാണോ അമിത്ഷാ? അമിത്ഷാ സ്ഫോടനം നടന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. PR സുനിൽ, അമിത്ഷാ സ്ഥലത്തെത്തിയിരിക്കുന്നു. നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. സുജിയ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അമിത്ഷാ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സ്ഫോടനത്തിൽ തകർന്ന വാഹനങ്ങൾ അമിത്ഷാ നേരിട്ട് പരിശോധിക്കുകയാണ്. അദ്ദേഹം നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ അദ്ദേഹം ഈ ഒരു സ്ഫോടനം നടന്ന വാഹനം ഏതാണ് എന്ന് പരിശോധിക്കുന്നു. ഉദ്യോഗസ്ഥരോട് അദ്ദേഹം സംസാരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഇവിടെ നിന്ന് പരിക്കേറ്റവരെ കൊണ്ടുപോയ പ്രവേശിപ്പിച്ച LNJP ആശുപത്രിയിൽ പോയത്. അതിനുശേഷം എല്ലാ വശങ്ങളും പരിശോധിക്കും എന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ ശേഷം ഇപ്പോൾ ഈ സ്ഫോടനം നടന്ന പ്രദേശത്തേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഈ സ്ഫോടനം നടന്ന പ്രദേശത്ത് എത്തി അവിടെ ഉദ്യോഗസ്ഥരുമായി ഇപ്പോൾ ഇതിന്റെ ഒരു സാഹചര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്, അന്വേഷിച്ചു വരികയാണ്. അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ഇവിടുത്തെ സാഹചര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇവിടെ പരിശോധനകൾ നടക്കുകയായിരുന്നു. ഈ സ്ഫോടനത്തിൽ ചിന്നിച്ചിതറിയ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ അവിടെ നിന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ അത് പരിശോധിച്ച് ആ അവശിഷ്ടങ്ങൾ എന്ത് സാധ്യതയാണ് നൽകുന്നത്, എന്ത് സൂചനയാണ് നൽകുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നേരിട്ട് അറിയിക്കുകയാണ്. അപ്പോൾ ഈ രാത്രിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ നേരിട്ടെത്തി ഈ സാഹചര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തുകയാണ്. കാരണം ഡൽഹിയിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്, രാജ്യ തലസ്ഥാനമാണ്. മാത്രമല്ല ചെങ്കോട്ടയ്ക്ക് മുന്നിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്ത്രപ്രധാന മേഖലയാണ്, അതീവ സുരക്ഷാ മേഖലയാണ്. ആ സുരക്ഷാ മേഖലയിലാണ് ഇങ്ങനെയൊരു സ്ഫോടനം നടന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പോലീസിനാണ് ഡൽഹിയുടെ സുരക്ഷ ചുമതലയുള്ളത്, ഡൽഹി പോലീസിന്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഡൽഹി പോലീസിൻ്റെ സുരക്ഷാ വലയത്തിലുള്ള ഒരു തന്ത്രപ്രധാന മേഖലയിൽ ഒരു സ്ഫോടനം നടക്കുന്നു എന്ന് പറയുന്നത് അത് നിസ്സാര സംഭവമല്ല. ഏതായാലും ഇതൊരു അപകടമാണ് എന്നെങ്കിൽ ഇത് ഒരു സാധാരണ സംഭവമായി വിലയിരുത്താം. പക്ഷേ ഇവിടുത്തെ കാഴ്ചകൾ അതെല്ലാം നൽകുന്നത് ഇതൊരു അപകടം മാത്രമായി വിലയിരുത്താൻ കഴിയുകയില്ല. കാരണം അത്രയും വലിയ ആഘാതമാണ് ഈ സ്ഫോടനത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. കാരണം ഒരു CNG ടാങ്ക് പൊട്ടിത്തെറിച്ചാൽ ഉണ്ടായ തരത്തിലുള്ള ഒരു കാഴ്ചയല്ല ഇവിടെയുള്ളത്. 20-ലധികം വാഹനങ്ങളാണ് കത്തിയമർന്നത്, തകർന്നത്. അപ്പോൾ ഈ സ്ഫോടനത്തിൽ തകരുകയാണ് ചെയ്തത് ഈ വാഹനങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ അമിത്ഷാ ഇവിടെ തകർന്ന വാഹനങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയാണ്. അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്ഫോടനം നടന്ന വാഹനം അദ്ദേഹം പരിശോധിക്കുന്നു. അതിനുശേഷം അദ്ദേഹം മുന്നോട്ട് നീങ്ങി അവിടെ ഈ സ്ഫോടനത്തിൽ തകർന്ന വാഹനങ്ങളൊക്കെ തന്നെ അമിത്ഷാ നേരിട്ട് പരിശോധിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഭീകരാക്രമണമാണോ അതോ ഇതൊരു സാധാരണ അപകടമാണോ എന്ന കാര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണം വരേണ്ടത്. ഏതായാലും ഇതുവരെയും ഇതൊരു ഭീകരാക്രമണമല്ല എന്ന് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യത കേന്ദ്ര സർക്കാർ മുന്നിൽ കാണുകയാണ്. ഏതായാലും ഇപ്പോൾ ഈ സ്ഥലം സന്ദർശിച്ച ശേഷം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ നിന്ന് മടങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇവിടെ എത്തി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ ഈ സ്ഫോടനം നടന്ന ഈ പ്രദേശത്ത് നിന്ന് റെഡ് ഫോർട്ട് മെട്രോ ഗേറ്റിന്റെ 1-ാം നമ്പർ ഗേറ്റിൽ നിന്ന് ഇപ്പോൾ അമിത്ഷാ മടങ്ങുന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ആ സ്ഥലം എത്തി, ആ സ്ഫോടനം നടന്ന ആ സ്ഥലം അദ്ദേഹം നേരിട്ട് പരിശോധിച്ച ശേഷം ഇവിടെ നിന്ന് അദ്ദേഹം മടങ്ങുകയാണ്. അങ്ങനെ ആശുപത്രിയിലെത്തി പരിക്കേറ്റ രോഗികളെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ കണ്ട ശേഷം അവരെ കണ്ട ശേഷം പിന്നീട് അവിടെ നിന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ചെങ്കോട്ടയ്ക്ക് മുമ്പിലുള്ള ഈ സ്ഫോടനം നടന്ന പ്രദേശത്ത് എത്തി നേരിട്ട് സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷം അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ വളരെ ഗൗരവമായ ഒരു സാഹചര്യമാണ്, അതീവ ഗുരുതര സാഹചര്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. കാരണം രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ തന്നെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, ഇതൊരു അട്ടിമറിയാണെങ്കിൽ അത് നേരത്തെ കൂട്ടി അറിയേണ്ടതായിരുന്നു. അങ്ങനെ അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് നിസ്സാര സംഭവമല്ല. അതീവ സുരക്ഷാ മേഖലയിൽ ഇങ്ങനെയൊരു സ്ഫോടനം നടന്നു എങ്കിൽ, അതൊരു ഭീകരാക്രമണമാണ് എങ്കിൽ അത് അതീവ ഗൗരവ സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ്. നാളെ ബീഹാർ അവസാനവട്ട
പോളിംഗിലേക്ക് പോകാൻ അവസാനവട്ട തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ. അപ്പോൾ അവസാനവട്ട വോട്ടെടുപ്പ് ബീഹാറിൽ നടക്കാനിരിക്കുന്ന സമയത്തിന്റെ മണിക്കൂറുകൾ മുൻപാണ് ഡൽഹിയിൽ ഇതുപോലെയൊരു സ്ഫോടനം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു എല്ലാ വശങ്ങളും അന്വേഷിക്കണം എന്ന് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിനും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനും ഒക്കെ തന്നെ തുല്യ ഉത്തരവാദിത്വമുണ്ട്. ഇതൊരു സുരക്ഷാ വീഴ്ചയാണ് എങ്കിൽ അപ്പോൾ ഇക്കാര്യത്തിലെ എല്ലാ വശങ്ങളും അന്വേഷിച്ചു വരികയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ. NSDയും NIAയും അതുപോലെ തന്നെ ഫോറൻസിക് വിഭാഗവും ബോംബ് സ്ക്വാഡും അതുപോലെ എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പ്രത്യേക വിങ്ങും ഇവിടെ എത്തിയിട്ടുണ്ട്. ഡൽഹി പോലീസിന്റെ പ്രത്യേക സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിദഗ്ധരും എത്തി ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വിശദമായ പരിശോധന നടത്തുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി സാധ്യത ഇവിടെ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അതായത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഒരുപാട് മാധ്യമങ്ങളെ നമുക്കിവിടെ കാണാം. ഈ രാത്രിയിൽ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് ചെങ്കോട്ടയുടെ മുൻവശം എന്നത്. ആ ചെങ്കോട്ടയിൽ നിന്ന് നേരെ എതിർവശത്ത് പ്രധാന ഗേറ്റിൻ്റെ നേരെ മുമ്പിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. ഒരു I-20 എന്ന് പറയുന്ന വെളുത്ത കാറ് പതുക്കെ നീങ്ങി വരുന്നു. അതിനുശേഷം റെഡ് ലൈറ്റിൽ ആ കാറ് നിൽക്കുന്നു. ഉടൻ തന്നെ അത് ബ്ലാസ്റ്റ് ചെയ്യുന്നു, പൊട്ടിത്തെറിക്കുന്നു. വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കുന്നു. ഏതാണ്ട് 4 കിലോമീറ്റർ അകലെ വരെ അതിൻ്റെ ഒരു ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത്. 1 കിലോമീറ്റർ ദൂരത്തിൽ വരെ ഈ ഒരു സ്ഫോടനത്തിൽ തകർന്ന വാഹനങ്ങളുടെയും അതുപോലെ മനുഷ്യരുടെ ശരീരാവശിഷ്ടങ്ങളും ഒക്കെ തന്നെ ചിതറിത്തെറിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തൊക്കെ തന്നെ ചില ശരീരഭാഗങ്ങൾ അല്പസമയം മുമ്പ് കാണാമായിരുന്നു. അപ്പോൾ വാഹനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെയും കാണാം. ഒരു കാറിൻ്റെ ഒരു ഭാഗം ഇവിടെ തെറിച്ചു വീണ് കിടക്കുന്നത് കാണാം. അപ്പോൾ ഞാനിങ്ങനെ നടന്നു വരുമ്പോൾ ഈ പ്രദേശത്തൊക്കെ തന്നെ ഈ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. അപ്പോൾ ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ ഈ ഒരു സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ ഈ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ ശരീരഭാഗങ്ങളൊക്കെ തന്നെ ചിതറിത്തെറിച്ചൊരു സാഹചര്യമാണ്. അപ്പോൾ അത്രയും വലിയ പ്രകമ്പനമാണ് ഈ സ്ഫോടനത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ വലിയ സ്ഫോടനശേഷി ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സാധാരണ CNG ടാങ്ക് പൊട്ടിത്തെറിച്ചതാണോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ പരിശോധനയും അന്വേഷണവും ഒക്കെ തന്നെ നടക്കുന്നത്. ഏതായാലും ഒരു ഭീകര ആക്രമണത്തിനുള്ള സാധ്യത പ്രാഥമികമായി അന്വേഷണ ഏജൻസികൾ തള്ളിക്കളയുന്നില്ല. അപ്പോൾ എല്ലാ വശങ്ങളും അന്വേഷിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നു. ആ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇനി ഔദ്യോഗിക സ്ഥിരീകരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരണം. മാത്രമല്ല ഏതെങ്കിലും ഒരു ഭീകര സംഘടന ഇതുവരെ ഈ ഒരു ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എന്നതുകൂടി ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാവുന്നതാണ്. ഏതായാലും ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വരട്ടെ. ഏതായാലും ഇവിടുത്തെ കാഴ്ചകൾ, ഇവിടുത്തെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന കാഴ്ചകൾ വിലയിരുത്തി പറയുകയാണെങ്കിൽ ഇതൊരു സാധാരണ അപകടത്തിനുള്ള സാധ്യതയില്ല. സുജിത.